1943 ഒക്ടോബർ മാസം 21 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു രാജ്യം തന്നെ ആരംഭിച്ചു, ആസാദ് ഹിന്ദ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരു രാജ്യമല്ല, ഗവൺമെൻറ് ഇൻ എക്സൈലാണ്. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർക്ക് ബദലായി മറ്റൊരു രാജ്യം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് സുഭാഷ് ചന്ദ്രബോസ്. അതാണ് ആസാദ് ഹിന്ദ്. ഈ രാജ്യം ശരിക്കും സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലല്ല, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ തുരത്തി ആ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നാണയം പോലും അച്ചടിക്കുന്നുണ്ട് ആസാദ് ഹിന്ദിൻ്റെ പേരിൽ. ഈ രാജ്യം പ്രവർത്തിക്കുന്നത് സിംഗപ്പൂരിലാണ്, പക്ഷേ അതിൻ്റെ തലസ്ഥാന നഗരം പോർട്ട് ബ്ലെയർ ആയിരുന്നു. അതായത് നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയർ. അതിനൊരു കാരണമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ, ചുരുങ്ങിയ കാലഘട്ടമാണെങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ ജപ്പാൻ്റെ നിയന്ത്രണത്തിലാണ് പോർട്ട് ബ്ലെയർ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ തന്നെ തലസ്ഥാന നഗരം സ്ഥാപിക്കാൻ സാധ്യമായത്. സുഭാഷ് ചന്ദ്രബോസ് ഒരു സുപ്രഭാതത്തിൽ ആസാദ് ഹിന്ദ് എന്ന പേരിൽ ഒരു രാജ്യം ആരംഭിക്കുകയായിരുന്നില്ല. അദ്ദേഹത്തിന് ബാഹ്യമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു, മറ്റ് രാജ്യങ്ങളുടെ സഹായമുണ്ടായിരുന്നു. നാസി ജർമ്മനിയുടെ സഹായമുണ്ടായിരുന്നു, ഇറ്റലിയും ജപ്പാനും ഒക്കെ അദ്ദേഹത്തെ സഹായിച്ച രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഒരു ഭരണകർത്താവിൻ്റെതായിട്ടുള്ള എല്ലാ ബഹുമതിയും ലഭ്യമായിരുന്നു. ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അല്ല, അത് ആസാദ് ഹിന്ദാണ്. അത് ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരല്ല, നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടമാണല്ലോ. ഈ യുദ്ധത്തിൽ നാസികൾക്കും ജപ്പാനും ഇറ്റലിക്കും വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരെ അനായാസം തുരത്തി ഇന്ത്യ കീഴ്പ്പെടുത്താനായിട്ട് നേതാജിക്ക് സാധ്യമാകും. ആ ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ആസാദ് ഹിന്ദ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അദ്ദേഹം വിചാരിച്ചതുപോലൊന്നും പോയില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സഖ്യം പരാജയപ്പെട്ടു. ഹിറ്റ്ലറിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഹിറ്റ്ലറിൻ്റെ ജർമ്മനിയും ഇറ്റലിയും കീഴടങ്ങി. 1945 ഓഗസ്റ്റ് മാസം 6 അമേരിക്ക ജപ്പാന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു നഗരമായ ഹിരോഷിമയിൽ ന്യൂക്ലിയർ ബോംബ് വർഷിച്ചു. ഓഗസ്റ്റ് മാസം 9 മറ്റൊരു നഗരമായ നാഗസാക്കിയിലും ഇതേ രീതിയിലുള്ള ഒരു ന്യൂക്ലിയർ ബോംബ് വിക്ഷേപണവും നടന്നു. അതിനെ തുടർന്ന് ഗത്യന്തരമില്ലാതെ ഓഗസ്റ്റ് മാസം 15 അതേ വർഷം തന്നെ ജപ്പാൻ കീഴടങ്ങി. ഈ രാജ്യങ്ങളൊക്കെ കീഴടങ്ങിയ സ്ഥിതിക്ക് ആസാദ് ഹിന്ദിൻ്റെ ഭാവി എന്താണ്? ചരിത്രത്തിൻ്റെ ഇനിയുള്ള ഭാഗങ്ങൾ ഞാൻ നറേറ്റ് ചെയ്യാൻ പോകുന്നത് സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം അവസാന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ കേണൽ ഹബീബുർ റഹ്മാൻ്റെ ഭാഷ്യത്തോടെയാണ്. ഹബീബുർ റഹ്മാൻ്റെ ഭാഷ്യം തന്നെയാണ് പിന്നീട് ഇന്ത്യൻ ഗവൺമെൻറ്റും സ്വീകരിക്കുന്നത്. പക്ഷേ അത് പിന്നീട് വളരെയധികം വിവാദം നിറഞ്ഞിട്ടുള്ള ഒരു നരേഷനായിട്ടും മാറി. അതിലെ ശരിതെറ്റുകൾ നമുക്ക് പരിശോധിക്കാം. എന്നാൽ അതിനു മുൻപ് ഹബീബുർ റഹ്മാൻ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത്തരത്തിൽ നിരവധി ചരിത്ര സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. ചില കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ അറിവ് നേടാൻ വേണ്ടി നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കാം. PSC പോലുള്ള ഒരു എക്സാം എഴുതി ജോലി സമ്പാദിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിനൊക്കെ തടയായി മാറുന്നത് നമ്മുടെ ഓർമ്മശക്തിയാണ്. നമുക്ക് എന്ത് കാര്യങ്ങളും പഠിക്കാം, പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോൾ അതെല്ലാം മറന്നുപോകും. അതിൻ്റെ കാരണം നിങ്ങളുടെ പഠന രീതിയാണ്. ചില ആളുകൾക്ക് ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ അവരുടെ മെമ്മറിയിൽ കുറേ അധികം നാൾ നിലനിൽക്കും. എന്നാൽ എല്ലാവർക്കും അത് സാധിക്കുകയില്ല. നമ്മുടെ പഠന രീതി വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലേക്ക് മാറ്റണം. പല തരത്തിലുള്ള കോഡുകളും ട്രിക്കുകളും നമ്മൾ ഉപയോഗിക്കണം. ഇത്തരത്തിലുള്ള മെമ്മറി ട്രിക്കുകളും കോഡുകളും വിശദീകരിക്കുന്ന ഒരു കോഴ്സ് തന്നെ ബ്രൈറ്റ് കേരളത്തിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ആരംഭിച്ചിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. പക്ഷേ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ നേരിട്ട് മെസ്സേജ് അയച്ച് എന്നോട് ചോദിക്കാവുന്നതാണ്. കേണൽ ഹബീബുർ റഹ്മാൻ പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുൻപിൽ ഒരു വഴി അപ്പോഴും അവശേഷിച്ചിരുന്നുവെന്നാണ്. തൻ്റെ വേണ്ടപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെയും പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ തൻ്റെ സ്വഭാവത്തിനോട്, തൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവത്തിനോട്, തൻ്റെ ആർമിയുടെ സ്വഭാവത്തിനോട് സാമ്യമുള്ള മറ്റൊരു രാജ്യം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ രാജ്യം ഈ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാജ്യമായി അത് ഇപ്പോഴും അവശേഷിക്കുന്നു. ആ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ.
സോവിയറ്റ് യൂണിയൻ്റെ സഹായം തേടി പോകാം, ആ രാജ്യം നമ്മളെ സഹായിക്കുമെന്ന് തന്നെ അദ്ദേഹം പ്രതീക്ഷിച്ചു. അങ്ങനെ പ്രതീക്ഷിക്കാൻ ഒരു കാരണമുണ്ട്. ഇന്ത്യ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. പക്ഷേ ബ്രിട്ടീഷ് ഭരണത്തോട് ഒട്ടും തന്നെ സോവിയറ്റ് യൂണിയന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സഹായിക്കുമെന്നും ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ അവർ കൂടെ നിൽക്കുമെന്നും സുഭാഷ് ചന്ദ്രബോസ് അടിയുറച്ച് വിശ്വസിച്ചു. പക്ഷേ നേരിട്ട് സോവിയറ്റ് യൂണിയൻ്റെ സഹായം ചോദിച്ച് പോകാൻ സാധിക്കുമോ? അതിനു മുൻപ് ജപ്പാനോട് നന്ദി പറയണം. ഇത്രയും നാൾ തന്നെ സഹായിച്ചതിന്, തൻ്റെ രാജ്യത്തെ സഹായിച്ചതിനുള്ള നന്ദി അറിയിക്കണം. നേരിട്ട് ജപ്പാനിൽ തന്നെ പോയി അറിയിക്കണം. അതിനുശേഷം മാത്രം സോവിയറ്റ് യൂണിയനിൽ പോയാൽ മതിയെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ എങ്ങനെയാണ് ജപ്പാനിലേക്ക് പോകുന്നത്? വലിയ രീതിയിലുള്ള 2 വിപത്തുകൾ ജപ്പാനിൽ സംഭവിച്ചിരിക്കുന്നു. അവിടേക്ക് ഇപ്പോൾ കാര്യമായിട്ട് വിമാനങ്ങളൊന്നും തന്നെ സഞ്ചരിക്കുന്നില്ല. കടൽ മാർഗം വേണമെങ്കിൽ പോകാം, പക്ഷേ അതിന് ഒരുപാട് കാലതാമസമെടുക്കും. അല്ലാതെ എങ്ങനെ അവിടെ എത്തിച്ചേരാമെന്ന് അദ്ദേഹം ജപ്പാൻ ആർമിയോട് തന്നെ തിരക്കി. ജപ്പാൻ ആർമി ഒരു വിമാനം അദ്ദേഹത്തിന് ഏർപ്പാടാക്കി, മിത്സുബിഷി KI-21 ഹെവി ബോംബർ. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. 15 ആളുകൾക്ക് മാത്രമേ അതിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. 13 പേർ ജാപ്പനീസുകാരാണ്. അവർക്ക് നിർബന്ധമായിട്ടും ജപ്പാനിൽ എത്തിച്ചേരണം. 2 സീറ്റുകൾ അവശേഷിക്കുന്നുണ്ട്. എന്നാൽ സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പമുള്ളത് അനവധി പട്ടാളക്കാരാണ്, INA-യുടെ ഓഫീസർമാരാണ്. പക്ഷേ 2 പേർക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള കേണൽ ഹബീബുർ റഹ്മാനും പോകാമെന്ന് തീരുമാനിച്ചു. ഓഗസ്റ്റ് 17-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ശേഷം ആ 15 പേർ അടങ്ങുന്ന സംഘം വിയറ്റ്നാമിലെ സൈഗോണിൽ നിന്നും ജപ്പാനിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഒറ്റയടിക്ക് ജപ്പാനിലേക്ക് പോവുകയായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ഇടയ്ക്കിടയ്ക്ക് വിമാനം നിർത്തേണ്ടതായിട്ടുണ്ട്. അത് റീഫ്യൂവൽ ചെയ്യണം. പിന്നെ അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം ലഭ്യമാകണം. അങ്ങനെ 1-2 ഇടത്ത് നിർത്തിയതിന് ശേഷം മാത്രമേ അത് ജപ്പാനിൽ എത്തിച്ചേരുകയുള്ളൂ. പക്ഷേ പ്ലാൻ ചെയ്തതുപോലെ അവർക്ക് വിമാനത്തിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ തായ്വാനിലെ തായ്പേയിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. അതിനു മുമ്പ് അവർക്ക് വിയറ്റ്നാമിലെ തന്നെ മറ്റൊരു പട്ടണമായ ഡാനാങ്ങിൽ ഇറങ്ങേണ്ടി വന്നു. അതിൻ്റെ കാരണം വിമാനത്തിനുണ്ടായ ചില അറ്റകുറ്റപ്പണികളാണ്. രാത്രിയിൽ ആ വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഡാനാങ് പട്ടണത്തിൽ ഒരു ഹോട്ടലിൽ ഈ സംഘം താമസിക്കുകയാണ്. പക്ഷേ ആ ക്രൂവിലുണ്ടായിരുന്ന കുറച്ചു പേർ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാനായിട്ട് ആ രാത്രി ഉറക്കമൊഴിച്ചു. അടുത്ത ദിവസം രാവിലെ 5 മണിക്ക്, അതായത് ഓഗസ്റ്റ് മാസം 18-ാം തീയതി രാവിലെ 5 മണിക്ക് സംഘം വീണ്ടും യാത്ര ആരംഭിച്ചു. കുറച്ച് മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഉച്ചയായപ്പോഴേക്കും അവർക്ക് തായ്വാനിലെ തായ്പേയിൽ ലാൻഡ് ചെയ്യാൻ സാധിച്ചു. അവിടെ ഇറങ്ങണം, ഭക്ഷണം കഴിക്കണം, വിമാനത്തിൻ്റെ ഫ്യുവൽ ഒന്ന് റീഫില്ല് ചെയ്യണം, പിന്നീട് യാത്ര ആരംഭിക്കണം. പക്ഷേ ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരു പൈലറ്റിന് വിമാനത്തിൻ്റെ പ്രവർത്തനം അത്ര കാര്യക്ഷമമല്ലെന്ന് തോന്നി. വിമാനത്തിൻ്റെ ഇടതുവശത്തെ ചിറകിനോട് ചേർന്നുള്ള എൻജിൻ ശരിക്കും പ്രവർത്തിക്കുന്നില്ല. അദ്ദേഹം ഒപ്പമുണ്ടായിരുന്ന കോ പൈലറ്റിനോട് കാര്യം അവതരിപ്പിച്ചു. കോ പൈലറ്റ് പറഞ്ഞത് ഇത് കാര്യമാക്കേണ്ട ആവശ്യമില്ല, പുതിയ എൻജിനാണ്, കാര്യമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല, എന്തെങ്കിലും ചെറിയ ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരിക്കും, നമുക്ക് എന്തായാലും ഈ ഒരു വിമാനത്തിൻ്റെ ഭാരം അല്പം ഒന്ന് കുറയ്ക്കാം, പിന്നെ ആവശ്യത്തിന് ഫ്യൂവലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖകരമായിട്ട് ജപ്പാനിലെത്താൻ സാധ്യമാകും. ആ വിമാനം അതൊരു യുദ്ധവിമാനമാണ്. അതിൽ ഒരുപാട് യുദ്ധക്കോപ്പുകൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പല വെപ്പണുകളും അവർ നീക്കം ചെയ്തു. അങ്ങനെ ഭാരമെല്ലാം കുറച്ചതിന് ശേഷം മാത്രമാണ് ആ വിമാനത്തിൽ ആ 15 അംഗ സംഘം യാത്ര ആരംഭിക്കുന്നത്. പക്ഷേ അവർക്ക് അധിക നേരം ആ യാത്ര തുടർന്നു പോകാൻ സാധ്യമായില്ല. ആ വിമാനം തകർന്ന് തരിപ്പണമായി തായ്വാനിലേക്ക് തന്നെ, തായ്പേയിലേക്ക് തന്നെ പതിച്ചു. പക്ഷേ നിലത്ത് വന്ന് പതിച്ചെങ്കിൽ പോലും ഹബീബുർ റഹ്മാനും സുഭാഷ് ചന്ദ്രബോസിനും ജീവനുണ്ടായിരുന്നു. ഹബീബുർ റഹ്മാൻ വളരെയധികം പണിപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്നും സംരക്ഷിച്ച് അടുത്തുണ്ടായിരുന്ന ആർമി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഡോക്ടേഴ്സും നഴ്സുമാരും ആവുന്നത് പരിശ്രമിച്ചിട്ടും സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ അവർക്ക് സാധ്യമായില്ല. ഇതാണ് ഹബീബുർ റഹ്മാൻ്റെ ഭാഷ്യം. പിന്നീട് ഹബീബുർ റഹ്മാൻ പാകിസ്ഥാൻ്റെ ഭാഗമായി മാറി. അദ്ദേഹം ജനിച്ചു വളർന്നത് തന്നെ ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശത്തായിരുന്നു. ഇന്ത്യ വേണോ പാകിസ്ഥാൻ വേണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പാകിസ്ഥാൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. 1950കളിൽ ഈ വിഷയം വലിയ രീതിയിലുള്ള ഒരു വിവാദമായി മാറി. പാർലമെന്റിൽ വലിയ ചർച്ചകൾ നടന്നു. 1956 ഒരു കമ്മീഷനെ ഇതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു, ഷാനവാസ് ഖാൻ കമ്മീഷൻ.
ആ കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പേരിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാനവാസ് ഖാൻ, മറ്റൊന്ന് SN മൈത്ര, മൂന്നാമത്തേത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സഹോദരനായ സുരേഷ് ചന്ദ്രബോസ്. പക്ഷേ ഈ കമ്മീഷനിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് പോലും സംഭവം നടന്ന തായ്വാനിലേക്ക്, തായ്പേയിലേക്ക് യാത്ര ചെയ്യാനോ ആ പ്രദേശം കാണാനോ സാധ്യമായില്ല. അവർ ഡൽഹിയിലെ ഓഫീസിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അനവധി ഇൻ്റർവ്യൂകൾ നടത്തി മാത്രമാണ് അവർ ഒരു റിപ്പോർട്ടിലേക്ക് എത്തിച്ചേർന്നത്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഹബീബുർ റഹ്മാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പടി ശരിയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ സഹോദരനും ഈ കമ്മീഷനിലെ ഒരു അംഗവുമായ സുരേഷ് ചന്ദ്രബോസ് ഒരു വിയോജന കുറിപ്പ് തന്നെ ഇറക്കി. ഗവൺമെൻറ് അതൊക്കെ റിജക്റ്റ് ചെയ്തു എങ്കിൽ പോലും ഇത് വലിയ വിവാദങ്ങൾക്കാണ് പിന്നീട് തിരികൊളുത്തിയത്. കാരണം അന്വേഷണം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല. ഡൽഹിയിലെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ നമുക്കിതിൻ്റെ ഉത്തരം ലഭ്യമാകുമോ? അതിന് നേരിട്ട് അവിടെ പോയി പഠനങ്ങൾ നടത്തണം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീടൊരു അന്വേഷണം നടക്കാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. 1970 വർഷം. ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി പുതിയൊരു കമ്മീഷൻ ആരംഭിച്ചു, GD ഖോസ്ല കമ്മീഷൻ. ജസ്റ്റിസ് GD ഖോസ്ലയാണ് ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. ഇവർക്ക് നേരിട്ട് തായ്വാനിലും തായ്പേയിലും പോകാൻ സാധ്യമായി. പക്ഷേ അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞത് അവിടെ കാര്യമായിട്ടുള്ള ഒരു പഠനവും നടത്തിയില്ലെന്നാണ്. ഇവർ ആ വിമാനത്താവളം സന്ദർശിക്കുകയും ആ പ്രദേശത്തൂടെയൊക്കെ ഒന്ന് നടക്കുകയും മാത്രമാണ് ചെയ്തത്. അവിടെ നിന്ന് കാര്യമായിട്ട് ഒരു തെളിവെടുപ്പും നടത്തിയിട്ടില്ല. കമ്മീഷൻ ആരംഭിച്ച് അധികം വൈകാതെ തന്നെ അവർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു. ആ റിപ്പോർട്ട് അനുസരിച്ച് സുഭാഷ് ചന്ദ്രബോസ് മരണമടഞ്ഞത് ആ വിമാന അപകടത്തെ തുടർന്ന് തന്നെയാണ്. ഹബീബുർ റഹ്മാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷേ ഇതിനെതിരെ ആ കാലഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. പല ആളുകളും കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈ റിപ്പോർട്ട് അതേപടി തള്ളിക്കളയണമെന്ന് അഭിപ്രായപ്പെട്ടു. പക്ഷേ 1956 കമ്മിറ്റി റിപ്പോർട്ട് സ്വീകരിച്ചതുപോലെ ഈ കമ്മിറ്റി റിപ്പോർട്ടും ഇന്ത്യൻ ഗവൺമെൻറ് 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ എതിർക്കുന്ന ആളുകൾ പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഫോറൻസിക് പരമായിട്ടുള്ള DNA പരമായിട്ടുള്ള ഒരു പരിശോധനകളും നടത്തിയിട്ടില്ലെന്നാണ്. ജപ്പാനിലെ രംഗോജ് ക്ഷേത്രത്തിൽ സുഭാഷ് ചന്ദ്ര ബോസിൻ്റെതെന്ന് പറയപ്പെടുന്ന ചാരം സ്ഥാപിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആ ചാരത്തിൽ ഇവർക്ക് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്താമായിരുന്നു. ഒരുപാട് ഇൻ്റർവ്യൂസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഇൻ്റർവ്യൂവിന് വിധേയമായ മിക്ക ആളുകളും സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണം പ്ലെയിൻ ക്രാഷിലൂടെ സംഭവിച്ചതാണെന്ന് പറയപ്പെടുന്നവരായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സഹോദരനായ സുരേഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകൾ പോലും ചെവിക്കൊള്ളാൻ ഇവർ തയ്യാറായില്ല. സുരേഷ് ചന്ദ്രബോസ് ഒരുപാട് പഠനങ്ങൾ ആ കാലഘട്ടത്തിൽ നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായി തായ്വാനിൽ ആ കാലഘട്ടങ്ങളിൽ ഒരു രീതിയിലുള്ള പ്ലെയിൻ ക്രാഷും സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. പാർലമെൻറ്റിന് പിന്നെയും ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അതൊക്കെ ഫലം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 1970കളുടെ ഒടുക്കത്തിൽ ആ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി മുമ്പുണ്ടായിരുന്ന 2 കമ്മീഷൻ റിപ്പോർട്ടുകളെയും തള്ളിപ്പറഞ്ഞു. പക്ഷേ പിന്നീട് ഒരു പുനരന്വേഷണത്തിനു വേണ്ടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. അതിന് കാരണമായി മാറിയത് 1990കളിൽ കൊൽക്കത്ത ഹൈക്കോർട്ട് നടത്തിയിട്ടുള്ള ഒരു പരാമർശവും നിർദ്ദേശവുമാണ്. ആ നിർദ്ദേശം അനുസരിച്ച് സുഭാഷ് ചന്ദ്രബോസിന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചറിയേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ 1999 വാജ്പേയി സർക്കാർ മറ്റൊരു കമ്മീഷന് രൂപം നൽകി. ജസ്റ്റിസ് മനോജ് കുമാർ മുഖർജി ആയിരുന്നു ആ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ പഠനം നടത്തി. 1999 ആരംഭിച്ചതാണ്. 2005 അതിൻ്റെ സമർപ്പണം നടന്നത്. 2005 സമർപ്പണം നടക്കുമ്പോൾ 1-ാം മൻമോഹൻ സിംഗിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സുഭാഷ് ചന്ദ്രബോസ് മരണമടഞ്ഞത് ഒരു പ്ലെയിൻ ക്രാഷിലുമല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പ്ലെയിൻ ക്രാഷും നടന്നിട്ടില്ല. ജപ്പാനിൻ്റെ ഭാഗമായിട്ടുള്ള തായ്വാനിൽ വെച്ചാണല്ലോ സംഭവം നടന്നത്. ആ കാലഘട്ടത്തിൽ ജപ്പാൻ അംഗീകരിച്ചിരിക്കുന്ന ആസാദ് ഹിന്ദിൻ്റെ തലവനാണ് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ഒരു രാജ്യത്തേക്ക് എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തിന് ഒരു രാജ്യത്തിൻ്റെ ഭരണകർത്താവ് എത്തിച്ചേരുന്ന രീതിയിലുള്ള സ്വീകരണമായിരിക്കും ലഭ്യമാവുക. അത് പ്രത്യേകം അവർ റിപ്പോർട്ട് ചെയ്യുന്നതാണ്, അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ കാലഘട്ടങ്ങളിലൊന്നും സുഭാഷ് ചന്ദ്രബോസ് അവിടെ എത്തിച്ചേർന്നിട്ടില്ല. മാത്രമല്ല അവിടെ ഒരു രീതിയിലുള്ള പ്ലെയിൻ ക്രാഷും സംഭവിച്ചിട്ടില്ല.
പ്ലെയിൻ ക്രാഷ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും അവർ റെക്കോർഡ് ചെയ്തു വെക്കുന്നതാണ്. സുഭാഷ് ചന്ദ്രബോസിനെ ട്രീറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൻ്റെ രേഖകൾ അനുസരിച്ചും സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഹബീബുർ റഹ്മാൻ പറഞ്ഞിരിക്കുന്നത് അപ്പാടെ തെറ്റാണെന്നാണ് മുഖർജിയുടെ പരാമർശം. സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദിൻ്റെ നേതാവാണ്. ഒരു രാജ്യത്തിൻ്റെ അധികാരിയുടെ സ്ഥാനം അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള സ്ഥാനം അദ്ദേഹത്തിന് അന്ന് ജപ്പാൻ തന്നെ കൽപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി ജപ്പാനിൽ വെച്ച് മരണമടഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും ഡോക്യുമെൻ്റ് ചെയ്യുകയും അടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളിൽ കൃത്യമായിട്ട് ഫോട്ടോ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്യേണ്ടതാണ്. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് മരണമടഞ്ഞ രീതിയിലുള്ള ഒരു ഫോട്ടോകളും ചിത്രീകരിച്ചിട്ടില്ല. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ശവശരീരം അടക്കം ചെയ്തു എന്ന് പറയപ്പെടുന്ന ക്രീമറ്റോറിയം അല്ലെങ്കിൽ ശ്മശാനത്തിൽ മനോജ് കുമാർ മുഖർജി നേരിട്ട് പോയി അന്വേഷണം നടത്തി. അവിടുത്തെ നിയമം അനുസരിച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ ശവശരീരം മാത്രമേ അവിടെ അടക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സുഭാഷ് ചന്ദ്രബോസിന് ഒരു രീതിയിലുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റും രേഖപ്പെടുത്തിയിട്ടില്ല. ജപ്പാന്റെ അധീനതയിലുള്ള ഒരു രാജ്യത്താണെങ്കിൽ പോലും ഒരു വ്യക്തി മരണമടഞ്ഞു കഴിഞ്ഞാൽ ജപ്പാന്റെ ആ കാലഘട്ടത്തിലെ നിയമം അനുസരിച്ച് നിർബന്ധമായിട്ടും ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കണം. ഇവിടെ മരിച്ചിരിക്കുന്നത് സാക്ഷാൽ സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഡെത്ത് സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനൊരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ശ്മശാനം ആ ശവശരീരം ദഹിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയുള്ളൂ. എന്നാൽ അവിടെ അങ്ങനെയുള്ള ഒരു ക്രിമേഷൻ നടന്നിട്ടില്ല. ഏതാണ്ട് ആ കാലയളവിൽ ഒരു വ്യക്തിയുടെ ശവശരീരം മാത്രമേ അവിടെ ദഹിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നില്ല, ഒരു ജാപ്പനീസ് പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം ആരാണെന്ന് വ്യക്തമായി പരാമർശിക്കുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റും കണ്ടെടുക്കാൻ സാധിച്ചു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനോജ് കുമാർ മുഖർജി പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് അന്ന് നേരെ പോയത് മഞ്ചൂരിയയിലേക്കാണെന്നാണ്. മഞ്ചൂരിയ ഇന്ന് ചൈനയുടെ ഭാഗമാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ജപ്പാന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഒരു പപ്പറ്റ് ഗവൺമെന്റ് ആയിരുന്നു. ജപ്പാന്റെ തകർച്ചയെ തുടർന്ന് സോവിയറ്റ് യൂണിയൻ മഞ്ചൂരിയ ആക്രമിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് അവിടെ എത്തുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഓഫീഷ്യൽസിനെ നേരിട്ട് കാണാൻ സാധ്യമായി. ഒരുപക്ഷെ അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ അവരുടെ സംരക്ഷണയിൽ പിന്നീട് കുറച്ചധികം കാലം സുഭാഷ് ചന്ദ്രബോസ് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. മുഖർജിയുടെ അന്വേഷണം ഇന്ത്യ കേന്ദ്രീകരിച്ചും നടന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ അയോധ്യ, ആ അയോധ്യയിൽ 1985 മരണമടഞ്ഞ ഒരു സന്യാസിയുണ്ട്. ഗുംനാമി ബാബ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഗുംനാമി ബാബ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പേരില്ലാത്ത ബാബ എന്നാണ്. ഈ ബാബ സുഭാഷ് ചന്ദ്രബോസ് ആണെന്നുള്ള വലിയ രീതിയിലുള്ള പ്രചാരമുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണം ഗുംനാമി ബാബയിലേക്ക് തിരിയുന്നത്. ഗുംനാമി ബാബ തന്നെയാണോ സുഭാഷ് ചന്ദ്രബോസ് എന്ന് മനസ്സിലാക്കാൻ മുഖർജി ഒരുപാട് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹം നടത്തിയത് ഹാൻഡ് റൈറ്റിംഗ് ടെസ്റ്റാണ്. ഒരു വ്യക്തി എഴുതുന്നത് പോലെ ആ വ്യക്തിക്ക് മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. ആ വ്യക്തി വേറെ ഏതെങ്കിലും കൈയക്ഷരത്തിൽ എഴുതാൻ ശ്രമിച്ചാൽ പോലും യഥാർത്ഥ കൈയക്ഷരം എപ്പോഴും മുഴച്ചു നിൽക്കും. ഗുംനാമി ബാബയുടെ എഴുത്തുകൾ ലഭ്യമായിട്ടുണ്ട്. അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് എഴുതിയിട്ടുള്ള മാനുസ്ക്രിപ്റ്റും ലഭ്യമായിട്ടുണ്ട്. ഈ 2 മാനുസ്ക്രിപ്റ്റുകളും അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ടെസ്റ്റിംഗ് ഏജൻസിയിലേക്ക് അയച്ചു. പക്ഷേ ആ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഗുംനാമി ബാബ അല്ല സുഭാഷ് ചന്ദ്രബോസ്, 2 പേരുടെയും കൈയക്ഷരം വ്യത്യസ്തമാണ്. പക്ഷേ മുഖർജി ഇത് നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ടെസ്റ്റിംഗ് ഏജൻസിയിലേക്ക് അയക്കുന്നതിനോടൊപ്പം തന്നെ വളരെ പ്രശസ്തനായ ഒരു ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടായ ഡോക്ടർ ലാൽ കപൂറിനും അയച്ചു കൊടുക്കുകയുണ്ടായി. ലാൽ കപൂർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പഠിക്കുകയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് കൊടുക്കുകയും ചെയ്തു. ആ ഡോക്യുമെൻ്റ് അനുസരിച്ച് സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് ഗുംനാമി ബാബ. ഗുംനാമി ബാബയുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസിനോടൊപ്പം തന്നെ ഒരു തീപ്പെട്ടി കവർ കിട്ടിയിരുന്നു. ആ കവറിൻ്റെ ഉള്ളിൽ ഗുംനാമി ബാബയുടേതെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഏതാനും പല്ലുകളും ലഭിച്ചിരുന്നു. ഈ പല്ലുകൾ ഉപയോഗിച്ച് DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയായിരുന്നു അടുത്ത ശ്രമം. കൊൽക്കത്ത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടെസ്റ്റിംഗ് ഏജൻസിക്കും അതുപോലെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടെസ്റ്റിംഗ് ഏജൻസിക്കും ഈ പല്ലുകൾ അദ്ദേഹം കൈമാറി. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആ ഏജൻസി പറഞ്ഞത് ഈ പല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന DNA വളരെ ശുഷ്കമാണ്, അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പഠനങ്ങളൊന്നും നടത്താൻ സാധിക്കില്ലെന്നാണ്. പക്ഷേ കൊൽക്കത്തയിൽ നിന്നും ഒരു റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് അനുസരിച്ച് സുഭാഷ് ചന്ദ്രബോസിൻ്റെ റിലേറ്റീവ്സിൻ്റെ DNA ഈ പല്ലുകളുടെ DNA ഒരു സാമ്യവുമില്ലെന്നാണ്. ഗുംനാമി ബാബയുടെ മരണശേഷം സുഭാഷ് ചന്ദ്രബോസിൻ്റെ സഹോദരനായ സുരേഷ് ചന്ദ്രബോസിൻ്റെ മകളായ ലളിത ബോസ് ഗുംനാമി ബാബയുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് പരിശോധിക്കുകയുണ്ടായി.
ആ പരിശോധനയ്ക്ക് ശേഷം അവർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ഇത് തങ്ങളുടെ പ്രിയപ്പെട്ട സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ്, അതുകൊണ്ട് ഗുംനാമി ബാബ സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. ആ പേഴ്സണൽ പ്രോപ്പർട്ടീസിൻ്റെ കൂട്ടത്തിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു കുടുംബ ചിത്രം അടങ്ങിയിട്ടുണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സഹോദരനായ സുരേഷ് ചന്ദ്രബോസിന് ഒഫീഷ്യലി കിട്ടേണ്ട ഒരു സമൻസിൻ്റെ ഒറിജിനൽ കോപ്പി ഉണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്സിൻ്റെ ഒരു വലിയ ശേഖരം കണ്ടെടുക്കാൻ സാധിച്ചു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ജാപ്പനീസ് സേനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഉപകരണങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചു. INAയുടെ ഫ്ലാഗും INAയുടെ യൂണിഫോമും കണ്ടെടുക്കാൻ സാധിച്ചു. അദ്ദേഹം മുൻപ് ധരിച്ചിരുന്ന കണ്ണടകൾക്ക് സമാനമായിട്ടുള്ള കണ്ണടകളുടെ ഒരു വലിയ ശേഖരം കണ്ടെടുക്കാൻ സാധ്യമായി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലളിത ബോസ് അലഹബാദ് ഹൈക്കോർട്ടിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. ഇതൊക്കെ തന്നെയും തങ്ങളുടെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്, അത് തങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങളുടേത് തന്നെയാണെന്ന് ഗവൺമെൻറ് ഉറപ്പുവരുത്തണം എന്നായിരുന്നു ആ പെറ്റീഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ കോടതിയിലെ വ്യവഹാരങ്ങളാണല്ലോ, അത് ഒരുപാട് വർഷങ്ങൾ നീണ്ടുപോയി. ഒടുവിൽ അതിൻ്റെ ഫലം വരുന്നത് 30 വർഷങ്ങൾക്ക് ശേഷം 2013 മാത്രമാണ്. അപ്പോഴേക്കും ലളിത ബോസ് മരണമടഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് അലഹബാദ് ഹൈക്കോടതിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഗുംനാമി ബാബ സുഭാഷ് ചന്ദ്രബോസ് ആണോ എന്നതിൽ വലിയ രീതിയിലുള്ള ഒരു സംശയമുണ്ട്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തണമെന്നാണ് കോർട്ട് അഭിപ്രായപ്പെട്ടത്. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ 2016 ആ കാലഘട്ടത്തിലെ UP മുഖ്യമന്ത്രിയായിരുന്ന അഖിലേഷ് യാദവ് ജസ്റ്റിസ് വിഷ്ണു സഹായി എൻക്വയറി കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷന് കൊടുത്തിരുന്ന ദൗത്യം ആരാണ് ഈ ഗുംനാമി ബാബ എന്ന് കണ്ടെത്തുക എന്നതായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് അനുസരിച്ച് ഗുംനാമി ബാബയല്ല സുഭാഷ് ചന്ദ്രബോസ്. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. എൻക്വയറി കമ്മീഷന് കൊടുത്തിരുന്ന ദൗത്യം ഗുംനാമി ബാബയാണോ സുഭാഷ് ചന്ദ്രബോസ് എന്ന് കണ്ടെത്തുകയായിരുന്നില്ല, ആരാണ് ഗുംനാമി ബാബ എന്ന് കണ്ടെത്തുകയായിരുന്നു. ആരാണ് ഗുംനാമി ബാബ എന്ന് കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഗുംനാമി ബാബ അല്ല സുഭാഷ് ചന്ദ്രബോസ്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണമെന്നുള്ള ചിന്തയോടുകൂടി ഉണ്ടാക്കിയാൽ മാത്രമേ അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഇതേ കാരണം തന്നെ ചൂണ്ടിക്കാണിച്ച് പിന്നീട് UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് റിപ്പോർട്ട് റിജക്റ്റ് ചെയ്തു. ഇപ്പോഴും നമുക്ക് ഉത്തരമില്ല നമ്മുടെ പ്രിയപ്പെട്ട സുഭാഷ് ചന്ദ്രബോസിന് എന്ത് സംഭവിച്ചു എന്ന്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ഒരുപാട് യുവാക്കളുടെ ഹരമായി മാറിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്ത്യയിലുള്ള സകല ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. അവരെ അത് ബോധ്യപ്പെടുത്തേണ്ടത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. മുമ്പ് ജീവിച്ചിരുന്ന ഇന്ത്യക്കാർക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇന്ത്യക്കാർക്കും ഇനി ജനിക്കാൻ പോകുന്ന ഇന്ത്യക്കാർക്കും 100% അവകാശമുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള അവകാശം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരാമർശിച്ചിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് IQ ഡെവലപ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക.